ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷംലീസ് ഫാം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. എന്താ പറഞ്ഞ ഈദ് മുബാറക് എൻ്റെ കുടുംബത്തിൻ്റെയും എന്റെയും എന്റെ സ്വന്തം കുടുംബത്തിന്റെയും ഈദ് മുബാറക്. കുടുംബത്തിൻ്റെ ഈദ് മുബാറക് എന്ന് പറയുമ്പോൾ തന്നെ ഫാമിലി മെമ്പേഴ്സ് വളരെ കുറവാണ്. ചാടി, പിന്നെ ഇദ്ദേഹം, പിന്നെ ഞാൻ, നിസ്സി മാത്രമേ ഉള്ളൂ. ഇത്തവണ ഉമ്മല്ല. ഇവിടെ ആദ്യമായിട്ടാണ് ഉമ്മല്ലാത്ത പെരുന്നാൾ. അപ്പോൾ എന്താവും എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുണ്ട്. ഇവരൊക്കെ ഇതാ പള്ളിയിൽ പോകാനും വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ്. അതാണ് ഒരു പള്ളിയിൽ പോകാൻ കുറച്ച് നേരം. വണ്ടി വാഷ് ചെയ്യുന്ന എന്തിനാണ് പള്ളിയിൽ പോവാന്? തക്ബീർ കേൾക്കുന്നുണ്ട്. നമ്മൾ മാത്രം സുന്ദരന്മാരും പോരല്ലോ, കുളിപ്പിച്ച് റെഡിയാക്കിട്ട് നീ ഇന്ന് കുളിക്കുന്നില്ലേ? ഇന്ന് കുളിക്കും. പിന്നെ എന്ന് കുളിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഞാൻ എന്തായാലും കിച്ചണത്തെ പരിപാടികൾ നോക്കട്ടെ കേട്ടോ. എന്തെങ്കിലും വേണ്ട നിങ്ങൾ പോയി വരുമ്പോൾ കഴിക്കാൻ? നിങ്ങൾ രണ്ടാളും മോനും. ഞാനൊരു ഉത്തരവാദിത്തമുള്ള കുടുംബിനി ആയതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ലഞ്ച് എളാപ്പാൻ്റെ വീട്ടിലാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർ പള്ളിയിൽ പോയി വരുമ്പോഴേക്ക് ഒക്കെ ഇവിടെ സെറ്റാക്കണം. എന്തൊക്കെയാണ് ഇനി ഇന്നത്തെ സ്പെഷ്യല്? എന്താ സൗണ്ട് കേട്ട് പോരാത്തത്? നസീൻ്റെ സംസാരം ആരും വല്ലാണ്ട് കേട്ടിട്ടില്ലേ? സംസാരിക്കൂ. അവിടെ ഒരാൾ പറ എന്തൊക്കെയാണ്? പുട്ടും ബീഫും ഉണ്ട്, ദോശയുണ്ട് അല്ലേ? ഇന്നലെ നസി ഒരു കല്യാണത്തിനുള്ള ദോശമാവ് കലക്കി വെച്ചിരുന്നു. അപ്പോൾ ബാക്കി ആ മാവിനുള്ള ദോശയും കൂടെ ഉണ്ടാക്കാനുണ്ട്. പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡാഡി റെഡിയായോ? ഡാഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായല്ലോ. വരുന്ന പൈസ തന്നോളൂ, ഐശ്വര്യമായിട്ട് തന്നോളൂ. പറ്റ തിരിച്ചു പോക്ക്. അപ്പോൾ പോയി. പെരുന്നാൾ പൈസ തന്നില്ല, പെരുന്നാൾ കാശ് തന്നോളൂ. വാങ്ങിക്കോ വെള്ളക്കുട്ടിയാ. പപ്പാൻ്റെ അടുത്ത് പെരുന്നാൾ പൈസ വാങ്ങി പോയിട്ട് ചില. ആ 27,000 വേറെ, പെരുന്നാളിൻ്റെ വേറെ. ആയിക്കോട്ടെ, എന്നാൽ ഞങ്ങൾ കാത്തിരിക്കാം. അതാ ചെരുപ്പ കൊറ്റേറെ എറിഞ്ഞിട്ട് വാങ്ങിച്ചോക്കെ. അതോട്ട് വലിച്ചെറിഞ്ഞും ചെയ്ത് പൈസ ബഹുമാനിക്കണം കേട്ടാ. ആ അതായിരുന്നു വർക്കത്താണ് പപ്പാൻ്റെ. ആ വരണ് പൈസ ആയിട്ട് കുണുങ്ങി. ആ ആരായി? ആരാ? പവനായി ശവമായി. അതേതാ? അതെന്താ? ഇതെന്താ? ഇതാര തന്നത്? ആരാ തന്നത്? പപ്പ തന്നതാ? താങ്ക് യു പറഞ്ഞാളാ നോക്കണേ. നിപ്പച്ചിനോട് തരാൻ പറയും. അത് ഏകദേശം എളാപ്പ മൂത്താപ്പ പോലെ ഉണ്ടല്ലോ. ചെയിന് മതി. ദുഷ്ടോ ഞാൻ പറഞ്ഞ. പിന്നെ എന്തിനാണ് ചോദിച്ചത്? ഞാൻ എന്തായാലും നല്ലതും അറിയില്ലല്ലോ.
ഇതെന്താ? ഇതാണ് നല്ല അടിപൊളി സ്മെല്ല് ഉണ്ടാവില്ലേ, പഴയ ഓൾഡ് സ്പൈസ്. അടുത്തുകൂടി പോകുന്ന ആൾക്കാരൊക്കെ നല്ല മണങ്ങളും. പോവാൻ നോക്കുക, നിസ്കാരം ഇതാവും പറ്റൂ. ടാറ്റാ ടാറ്റാ. ടെട്ട പോണാലോ അവൾക്ക്. ആ മൈലാഞ്ചി കണ്ടില്ലല്ലോ, ഇങ്ങോട്ട് വന്നാൽ നോക്കട്ടെ, വെളിച്ചത്തേക്ക് വാ. നിസ്സിൻ്റെ മൈലാഞ്ചി, നിസ്സിക്ക് നല്ല മൈലാഞ്ചി ഇട്ട് കൊടുത്താട്ടോ, നല്ല ചുവന്നിക്കണല്ലേ. ഇടി ബാക്കിലിടാൻ മറന്നില്ലേ? ഈ എന്ത് നോക്കട്ടെ, ഞാൻ മറന്നിട്ടെ, ഈ ഓർമ്മിപ്പിച്ചില്ല. നോക്കട്ടെ നോക്കട്ടെ, മൈലാഞ്ചി ആ ഭംഗിയുണ്ടല്ലോ, സിമ്പിൾ വെള്ളം. എല്ലാ കുട്ടിക്ക് മൈലാഞ്ചി ഇടാൻ ഇപ്പം സമ്മതിച്ചില്ല. എല്ലാ കുട്ടിക്ക് മൈലാഞ്ചി ഇടാൻ ഒന്നും വേണ്ട, എല്ലാം ഉണ്ട്. ഐസ്ക്രീം വാങ്ങണം പോകും. ആ അപ്പം വേണ്ട ഒന്നും. ചാച്ച കൊടുക്ക്. ഇപ്പൊ ബാക്കിൽ നിന്ന് മാറിക്കാളേ. അങ്ങനെ അവർ പോയി. ഇനി നമുക്ക് നമ്മൾ കടികൾ നോക്കാം അല്ലേ. കാമോൺ. ഫെല്ലക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാനുണ്ട്, ബീഫ് ഉണ്ടാക്കാനുണ്ട്. ബീഫ് ഇന്നലെ വേവിച്ച് വെച്ചത് നന്നായില്ലേ, കുറച്ച് ഇന്നലെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ അതൊന്ന് കുറച്ച് റെഡിയാക്കാനേ ഉള്ളൂ. ഈ ബാക്കി അവർ വരുമ്പോഴേക്ക് സെറ്റാക്കട്ടെ കേട്ടോ. ഇതിനൊക്കെ ഫെല്ലക്കുട്ടി സഹകരിക്കണം. ഓക്കെ ഫെല്ല 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 ഫെല്ലക്കുട്ടിക്ക് പെരുന്നാൾ ഡ്രസ്സ് കാണിച്ചു കൊടുക്കുക. പെരുന്നാൾ ഡ്രസ്സ് കാണിച്ചു കൊടുക്കുക. ഇതാ കാണിച്ചു തരാം കേട്ടോ. അത് എടുത്തു കൊണ്ടുപോവല്ലേ, നിക്ക്. ഇതാ ഇത് പെരുന്നാളിൻ്റെ ഡ്രസ്സ്. നിക്ക് കാണിച്ചു കൊടുക്കട്ടെ. ഇത് ഇവിടുത്തെ അതാ കാണിച്ചു കൊടുക്കട്ടെ. വൈറ്റ് ട്രൗസേഴ്സും ഇതും ഇവിടുത്തെ മമ്മി ഇപ്പം എടുത്തത് കേട്ടോ. ഓക്കെ, ഇത് ഡ്രസ്സ് പിടിച്ചോ. പിന്നെ അവിടുത്തെ എൻ്റെ വീട്ടിലത്തെ മമ്മി ഇപ്പം എടുത്തതാണ്. ഒന്നത് ട്രൗസറും ടീഷർട്ടും, പിന്നെ ഒന്നത് ഇതൊരു സെപ്പറേറ്റ് ടോപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുപോലത്തെ ഒന്ന് സാധനം ഒരിക്കൽ കൊണ്ടുവന്നിരുന്നു, ഇതിൻ്റെ ഡാർക്ക് കളർ. അതിന് മിഡിയും ഉണ്ടായിരുന്നു. ഇത് രണ്ടും എൻ്റെ വീട്ടിൽ നിന്ന്. ഇതെൻ്റെ അമ്മായി തന്നതാട്ടോ. കണ്ടോ ഉടുപ്പ്. പിന്നെ ഇത് നമ്മൾ എടുത്തത്. അങ്ങനെ ഇത്രയാണ് ഡ്രസ്സുള്ളത്. പള്ളിയിൽ പോയവർ വന്നിട്ടുണ്ട്. എന്താ നേരം വൈകി? കുറേ നേരമായില്ലോ. പെരുന്നാൾ നിസ്കാരം എങ്ങനെയാണെന്നറിയോ? പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് കുത്തുകൊണ്ടാവുക. ജുമ എങ്ങനെയാണ്? ആദ്യം അതിനുശേഷം നിസ്കാരം, അതിനുശേഷം പ്രാർത്ഥനകൾ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? കബറിങ്ങ പോകും. ഇതെല്ലാ പരിപാടികളും ചെയ്തിട്ടാണ് ഇപ്പോൾ വരുന്നത്. എവിടെയെങ്കിലും കുടുംബങ്ങളിലൊന്നും കയറിയിട്ടില്ലല്ലോ. എന്റെ പൊന്നിന്റെ ആഗ്രഹമാണ് തെറ്റ പോണെന്ന്. കരയുടെ പൊന്നുമോ ഒന്ന് ഒരാഗ്രഹം തീർത്തു കൊടുത്താള്. അത് അവിടെയാണ്, അവിടെയാണ്. എന്തേ? ആ കൊതുക് അടിച്ചതാന്ന് തോന്നുന്നു. കൊതുകൊക്കെ കൂടെ അവളെ അടുത്തേക്കാണ് വരണത്. അനങ്ങിയ തെറ്റ പോണം. എത്തണില്ല. റൈഡർ കണ്ണാപ്പിയാണ്. റൈഡർ കണ്ണാപ്പി.
ടട്ടട്ടമെന്ന് ഇരുത്തിട്ട് നെസ്സി ഇവിടെ ഭയങ്കര അയണിങ്ങിലാണ്. ഇതാണ് നെസ്സിയുടെ പെരുന്നാൾ ഡ്രസ്. ഇട്ട് വന്നിട്ട് കാണാം കേട്ടോ. അത് ചെയ്യാം. ഇത് എൻ്റെ പെരുന്നാൾ ഡ്രസ്. അത് അങ്ങനെ കൊടുക്കട്ടെ. അങ്ങനൊന്നും കാണി. എന്താ അല്ലാതൊന്നുമല്ല, അതിന് മേലെ വേറെ ഉണ്ട്. അല്ല എന്തേ വെല്ലമുണ്ടി പുപ്പായുടെ പുതിയ ദേശയുടെ മുടിയൊക്കെ ചെമ്പമുടിയൊക്കെ ഇംഗ്ലീഷ് എടുത്തേ. അതെന്ത് ഹായാണ്? ചായ കുടിക്കണം. ഞാൻ പോയി എടുത്തക്കട്ടെ. എന്തൊരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ് 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 പെരുന്നാള്? ഞാൻ വിചാരിച്ചു ആമിഷ പൊട്ടുണ്ട്, ദോശയുണ്ട്, ഇഡ്ഡലി ഉണ്ട്, സാമ്പാറുണ്ട്, പഴംപൊരി ഉണ്ട്. ഇതൊക്കെ കടയിലുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഇത് മിനിഞ്ഞാന്നത്തെ പുട്ട്, കട്ടിയുള്ള പുട്ട്. അയ്യോ പൊട്ടുന്നില്ല. നെക്സ്റ്റ് എന്താണ്? ബീഫ് കറി ഇവിടെ. കമോൺ, ബീഫ് ഇവിടെ. വേർ ഓക്കെ ഓക്കെ സുലു. മോനെ പെട പെട ബീഫ്. ഓ കട്ടൻ ചായ, ഏലക്കായ ഇടാൻ മറന്ന കട്ടൻ ചായ. മക്കളെ ഇതാണ് ബീഫ്. ഏലക്കായ മിന്റും കൂടെ ഇട്ടാലോ? പൊളിക്കും. സൂപ്പറാവും സൂപ്പറാവും. ഷുഗർ അധികം ഇടണ്ട. എൻ്റെ അതിൽ ലെമൺ പിഴിഞ്ഞാൽ മതി. ഭ്രാന്തല്ല കുട്ടിയെ അതല്ല. ലെമൺ ടീ ചോദിച്ചല്ലേ? ലെമൺ ടീ ഞാൻ ഉണ്ടാക്കി കുടിക്കാണ്. ലെമൺ ടീന്റെ ഭ്രാന്തായതല്ല. എന്താണെന്നറിയാം സംഭവം? ഷുഗറിനോടുള്ള ക്രേവിങ്സ് കുറയ്ക്കാനും വേണ്ടിയിട്ട് ചായ കുടിക്കുന്ന സമയത്ത് കുറച്ചൊരു ഫ്ലേവർ കിട്ടാൻ ലെമൺ ഒഴിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ടേസ്റ്റ് ആവും. അപ്പം നമുക്ക് ഷുഗറിൻ്റെ ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാതെ ചായ കുടിച്ചു നോക്കിയ നീ ഒരു രസം ഉണ്ടാവില്ല. അത് നിന്റെ ടേസ്റ്റ് അല്ലല്ലോ എൻ്റെ ടേസ്റ്റ്. ഇതൊരു പ്രശസ്ത ഡയലോഗാണ്. ഒരു 3-4 ഏലക്കായ പിന്നെ കുറച്ച് മിന്റ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ലൂസിഫറിലെ പ്രശസ്ത ഡയലോഗാണത്. എൻ്റെ ടേസ്റ്റ് അല്ലല്ലോ നിന്റെ ടേസ്റ്റ്. പക്ഷെ അവിടെ ടേസ്റ്റിന് പകരം വേറെയാണെന്ന് മാത്രം. ദോശ പോകുന്നിട്ടാ. നെസി മാറൂ, ദോശ വരുന്നു. അടുത്തത് കമാൺ. വേ പുട്ടവിടെ പുട്ടവിടെ പുട്ട് തരൂ. പുട്ട് പോകുന്നു. അടുത്തത് ബീഫ് എവിടെ? പടച്ചവനെ, ചൂടുള്ള ബീഫ് പോകുന്നു. ഇത് ഇട്ട് കഴിഞ്ഞാൽ ആകെ ടടാഷ്ടം മക്കളെ. ഇതിപ്പോൾ കാണിച്ചത് ബീഫ് ഇത്ര ഭംഗിയുള്ള ബീഫാണ്. ഇതാണ് നമ്മളെ അരിദോശ. നിങ്ങളവിടെ എന്ത് പറയും? ദോശ ബനിയെന്നൊക്കെ പറയില്ലേ? ഇത് പുട്ട്, പിട്ട്, വേറെന്തൊക്കെ പറയും? ബാ നെക്സ്റ്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടോ ഷംലി? വിചാരിച്ചിട്ടല്ലേ ഉള്ളൂ. ഉള്ള സാധനത്തിൻ്റെ പറഞ്ഞാൽ മതി. അതിപ്പോൾ എനിക്കും പറയല്ല. ഞാൻ എന്തെല്ലാം വിചാരിച്ചിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കണമെന്ന്, ചിക്കൻ ഫ്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. എന്നിട്ട് മറന്നു. ഓഹോ, ഇനിയിപ്പോ നല്ല അടിപൊളി ബിരിയാണി ആണോ? ആര് പറഞ്ഞത്? മന്തിയാണോ ഉണ്ടാക്കുന്നത്? ആ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇവിടെ അല്ല, ഇന്ന് എളാപ്പാന്റെ വീട്ടിലാണ് പെരുന്നാള്. അവര് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ വിരുന്നാണ്. അപ്പൊ ഒന്ന് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് എന്താണ് അവിടെ സ്പെഷ്യൽ എന്നൊന്നും അറിയില്ല. പോയി നോക്കാം. ലെമൺ ഒഴിക്കണ്ട ഒന്നില്. ഞാൻ ഒഴിച്ചോണ്ട്
ചെല്ലക്കുട്ടി ചെല്ലക്കുട്ടി എന്തിന് കുട്ടി എന്ത് പഠിക്കണേ? അതിൽ ഷുഗർ ഇട്ടിട്ടില്ല. പടച്ചവനെ ഓടിക്കോളി, ക്യാമറമാൻ എന്നെ ഓടുന്നു. ലെമൺ ടീക്കുള്ള ലെമൺ. താങ്ക് യു. ലെമൺ പോകുന്നു. മോളെ എവിടെ ഇതിലൂടെ മറ്റേ എവിടെ നമ്മളെ ഷംലി ഏലക്ക എവിടെ? ഇപ്പോ ഓക്കേ. നിങ്ങളൊക്കെ പുട്ടെടുത്ത് ആക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. സത്യം ഇത് ഇന്നലെ വേവിച്ച് വെച്ച് ബാക്കിയൊക്കെ ഒന്ന് ഉണ്ടാക്കും. ഉള്ളി പച്ചക്കറി പെരുന്നാൾ കഴിഞ്ഞിട്ടില്ലേ? ഇവിടുന്ന് അങ്ങോട്ട് ഇനി നോമ്പ് കണ്ടിന്യൂ ചെയ്യണം. ഞാനൊക്കെ കുറേ നോക്കി വിട്ടാണ് പണ്ടത്തെ നോമ്പുകളെ. ഇനി ഞാൻ പെടുന്നത് ശീതകാലം നോമ്പെടുക്കാൻ ഒക്കെ വേണോ തീരുമാനിച്ചിട്ടുള്ളൂ. മാറ്റാലോ. ഇവിടെ ഭയങ്കര ഫുഡ് ഉണ്ടാക്കലാണ്. ഇതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ അവളൊരു ഭാഗത്ത് ഇരുത്താനുള്ള അടവ്. ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഓക്കെ പോവല്ലേ? എവിടേക്ക്? ഇവിടേക്ക് നീയൊക്കെ മാറ്റിയിറങ്ങിയിട്ടുള്ളത്? അല്ല ഭക്ഷണം ഇതാര സുന്ദരി? ഏത് സുന്ദരി? എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്? കൊള്ളാം. കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറിയനാണ്. കൊള്ളാം. നീയോ? നമ്മളല്ലേ ഇന്ത്യൻ. നിങ്ങളെ കണ്ടാ പറയില്ലല്ലോ. നിങ്ങളെ ഡ്രസ്സ് കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇന്നൊരു മനസ്സമാധാനം ഉണ്ടാവും. ഇനി അഥവാ കൊള്ളില്ലാന്നേരെ പറയണെന്നുണ്ട് കഴിഞ്ഞു മക്കളെ. ടട്ടടാഷ്ടാണ്. കോൻ തോ ഓർ തോ ഓർ ആപ്പ് ആ പോയി. എന്നാ കയറിക്കോളൂ, വണ്ടി കയറിക്കോളൂ. ഉമ്മാൻ്റെ പൂവൊക്കെ എടുക്കാൻ ഉപ്പാൻ്റെ റിക്വസ്റ്റ് ഉണ്ട്. അത് പൂവ് ഉമ്മ പൂവൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പം നോക്കാറുണ്ട്, മോൻ നോക്കാറുണ്ട്, പിന്നെ ഞങ്ങളും ഇങ്ങനെ ഇടയ്ക്ക് നോക്കാറുണ്ട്. ഇപ്പം ചിരിക്കണ്. പൂവിനൊന്നൊരു കേടും വന്നിട്ടില്ല കേട്ടോ. ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇടയ്ക്ക് മഴ പെയ്യും, അപ്പം നനയ്ക്കേണ്ട ആവശ്യം വരാറില്ല, അല്ലെങ്കിൽ നനച്ചു കൊടുക്കാറുണ്ട്. എന്താല്ലേ അടിപൊളി. ആ ആ How is my costume? കോസ്റ്റ്യൂം நல்லா இருக்கு. Black and black, white shirt. ரொம்ப நல்லா இருக்கு. ഇപ്പം ഇൻസുലിൻ അടിക്കാൻ മറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വീണ്ടും അങ്ങോട്ട് തന്നെ കയറി. അത് ഓർമ്മിപ്പിക്കാനും ഞാൻ തന്നെ വേണ്ടി വന്നു. താങ്കളൊരു സംഭവമല്ലേ. വേറെ എവിടെയും കിട്ടുമോ?
തേങ്ങ തലയിൽ വീഴും. അത് ഓർമ്മിപ്പിക്കാനും ഞാൻ തന്നെ വേണ്ടി വന്നു. ആര് നിൽക്കൂ? അതിനല്ല ഞാൻ പറഞ്ഞത്, തേങ്ങ ഇടുന്ന ആളെ വിളിക്കാനേ. കുട്ടി ഇവിടെ ഇങ്ങനെ നടക്കുന്നതാണ്. അല്ല, നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ ഞാൻ കാണും. I have 6 eyes. ഓ പിന്നെ ഇനി പെണ്ണ് തേങ്ങ തലയിലോട്ട് ആ ബട്ടൺ ഇടും മനുഷ്യ, പോകൂ. ആ ബട്ടൺ ഇടും മനുഷ്യ. ഞാൻ തുറന്നിട്ടാണ് കുറച്ച് കാട്ടിട്ടാണ്. പോകൂ. കാറ്റിടാനല്ല, പെണ്ണുങ്ങളെ കാണിക്കാനല്ല. ഇവിടെ വേറെ ഏത് പെണ്ണുങ്ങളാണ്? പക്ഷേ എന്ത് കഷ്ടമാണ് കഴിച്ചു. മര്യാദ ബട്ടൺ ഇട്ടു. ഞാൻ 40+ ആണ്. ഡോണ്ട് വറി, പേടിക്കണ്ട. നീ പോ. ഡൈഡി വന്നിട്ടില്ലേ? ഇപ്പൊ വരും. വായോ കേറിക്കോളിന്നാ. ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇനി നേരെ ഇതാ അപ്പാൻ്റെ അടുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ എന്താ പരിപാടി? അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണോ? രാവിലത്തെ ദഹിച്ചു. ആ ബിരിയാണി അല്ലെങ്കിലോ? ബിരിയാണി അല്ലെങ്കിൽ മന്തി ആയിരിക്കും. മന്തി പിന്നെ ഉപ്പാക്ക് നല്ല ഇഷ്ടമായോണ്ട്. ഞാൻ പേടിച്ചു പോയി. ഇവിടെ വന്നാണ് പള്ളി പോകുന്ന സമയത്ത് മാറ്റി നിക്കാൻ പറഞ്ഞിരുന്നു. നല്ല നിങ്ങളോട് അവള് തേക്കണുണ്ടല്ലോ. തേക്ക് എങ്ങനെ പാടെ പോയി എന്താണ് ഫ്രിഡ്ജിൽ വല്ലതും എടുത്ത് എന്താണ് തുറന്ന എന്റെ മോനെ. നോട്ടെ നോട്ടെ നോട്ടെ, വേറെ എന്തൊക്കെയൊക്കെ ഉണ്ട്. ഇന്നൊരു പൊളി വിളിക്കും. അടിയിൽ വേറെ ഉണ്ട്. മന്തി ഉണ്ടാക്കിയ മന്തിന്റെ അയപ്പളം നോക്കിയിട്ടില്ല, തുറന്നിട്ടും കൂടെ ഇല്ല. അപ്പാന്റെ സ്പെഷ്യൽ മന്തിയാ. എന്നൊരു കാര്യം ചെയ്യേ, എല്ലാരും ഇവിടെ പോയിട്ട് ഊഞ്ഞാലടിക്കോളൂ. ഊഞ്ഞാല അവിടെ ഊഞ്ഞാല കാണുന്നില്ല. ആര് ആര് ഇന്നെ പറ്റി പറയണ്ട. ഞാനൊക്കെ നിർത്തി മോളെ. ഓ സേമിയ പായസം. നമ്മളതാണ് പാകിസ്ഥാനി പാകിസ്ഥാൻ സേമിയല്ലേ. അപ്പം ആ ഗൾഫത്തെ അങ്ങനെ ഞങ്ങൾ ഗൈസ് ഊഞ്ഞാലാടുകയാണ്. വയസ്സെത്രയായി? ഊഞ്ഞാലാണോ? വയസ്സൊക്കെ ഉണ്ടോ അല്ലേ? ഞാനും ആടുന്നുണ്ട്. ഞാനും ആടുന്നുണ്ട് നിങ്ങളോട്. പറഞ്ഞ മാഞ്ഞ മാഞ്ഞ ഇവിടെ എവിടെയാണ്? മാഞ്ഞ. അതിനിടയിൽ ഇനി മതി, ഊഞ്ഞാലാട്ടൽ നിർത്തൂ. പായസം കുടിക്കാം. എളീമ സ്പെഷ്യൽ പായസം. വെള്ളക്കുട്ടിക്ക് പായസം വേണ്ട. പായസം വേണം. അത് കേട്ടോ തിരിയല്. ചൂടുണ്ടാ? ഐസ്ക്രീമാണ്. ഐസ്ക്രീം കുടിച്ചോക്ക. How is it? പൊളി. എനിക്ക് ടൈറ്റായ പായസത്തിനേക്കാൾ ഇഷ്ടമാണ്. ഇഷ്ടായാ പിന്നോ? എൻ്റെ പായസം. താങ്ക് യു. വേണ്ട, വേറെ വേണ്ട. സ്പൂൺ തന്നാ മതി. കുടിക്കുവോ? എന്നെ മതി. ഒന്നിങ്ങനെ ഇതെന്താ പിഷണി? ഭക്ഷണം കഴിക്കണ്ട. ഇതെന്താ? വാവക്ക് കൊടുത്താളെ, വാവക്ക് കൊടുത്താ.
ആദം ആദം എന്ന് പറഞ്ഞു കേൾക്കുമ്പോ അപ്പ നമുക്ക് അലൈഹിസ്സലാം നബിന്റെ പേരാണ് സങ്കടം വന്ന് നമ്മുടെ ഷംല ഇവിടെ ഉണ്ട് കേട്ടോ. സങ്കടം വന്നിരിക്കണ. ആ ഓക്കെ ബൈ. ഞങ്ങൾ പോയിട്ട് മര്യാദ കേട് വന്നോണ്ട് വിളമ്പടി ചോറ് ഫുഡ് ഇത് അവിടെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. എലിമന്റെ മന്തി, ഞാൻ പോയി ഹെൽപ്പ് ചെയ്യട്ടെ. What is this? This is what? Pudding? കസ്റ്റാർഡ് കാണില്ല. ഓക്കേ. ഇവിടെ മന്തിയുണ്ട്. ബ്രോസ്റ്റഡ്. ഇത് ബ്രോസ്റ്റഡ് അല്ലേ? എടി ഇത് ഷംലന്റെ എന്തോ സ്പെഷ്യലാണ്, ചിക്കൻ ഫ്രൈ ആണെന്നാ പറഞ്ഞത്. ബ്രോസ്റ്റ് കണ്ട് എത്തിയിട്ടില്ല. എന്നാലോ ചിക്കൻ ഫ്രൈ ഇത് പോയിട്ടുമില്ല. വീണ്ടും മന്തി, വീണ്ടും ബ്രോസ്റ്റ്, വീണ്ടും മന്തി. ഇതിന് നല്ല മുട്ട കാലുണ്ട്. എടീ ഷംലേ, ഞാൻ അപ്പുറത്തിരുന്നു. അതിൽ വലിയ സ്ട്രോബെറി ജെല്ലിയും കസ്റ്റാർഡും കൂടിയുള്ള അത് എളിമ സ്പെഷ്യലാണ്. ഓക്കെ, പോട്ട് വന്നിട്ട് പിന്നെന്താണ്? പിന്നെ എൻ്റെ സ്പെഷ്യൽ കോഫി. ഷംല ഉണ്ടാക്കിയത് ഇതൊക്കെയാണ്. ഇതാ ഇത് ബ്രോസ്റ്റ് കണ്ട് എത്തിയിട്ടില്ല. എന്നാ ചിക്കൻ ഇതല്ല നീ ഉണ്ടാക്കിയത് അല്ലേ? ചിക്കൻ. എന്റെ ഷംലിയെ ഇന്നത്തെ വീഡിയോ ഷംലുണ്ടായി. ഇതാണ് ചിക്കൻ. വേറൊരു സ്വീറ്റ് ആട്ടോ. ഇതെന്താണ്? പൈനാപ്പിൾ എളിമ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടില്ല. പുത്തൻ ഡ്രസ് ഇവിടെ, പുത്തൻ ഡ്രസ്. ഇഷ്ടം പോലെ പ്ലേറ്റ് ഉണ്ട്. പിന്നെ എത്ര ഉള്ളൂ? ഓളവിടെ കുട്ടിനേറ്റല്ലേ. ഒന്ന് പോയി. അത് വേണോ? മധുരം വേണോ? മധുരം കഴിക്കണോ നിങ്ങൾ രണ്ടാളോ? കുറച്ച് കഴിച്ചോട്ടെ അല്ലേ? അന്ന് കുറച്ചൊരു ഇളവ് തന്നിരിക്കുന്നു. എവിടെ എളിമ കഴിഞ്ഞില്ല പോരെ. കാല് മതി. കാലല്ലത്. ആ ഇത് മതി. ആ ഷംല എൻ്റെ സ്നേഹനിധിയായ ഇളച്ചി എനിക്ക് വിളമ്പി തരുന്നു. നോക്കിയേ, ഈ അവിടെ നോക്കിയിരുന്നോ? കുറച്ച് ഞാനൊന്ന് മതി. സ്നേഹം കൂടും. വേണ്ട, അത്ര സ്നേഹം മതി. ഇനി ഞാനും പറഞ്ഞോളൂ പിന്നെയും വിളമ്പിക്കണേ. അടിയൊന്നും ഉണ്ടാവില്ലല്ലേടി? ഒരിക്കലും ഇല്ല. നോക്കിക്കോ, എനിക്കും വരുന്നുണ്ട് അടി ഉണ്ടാക്കാൻ ഒരാള്. സെറ്റാണത്. ഇനി എല്ലാവരും സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കട്ടെ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇത്ര. എളിമ അനുഭവം ഗുരു. ഞങ്ങളല്ല വേറെയാണ് അല്ലേ എടി? ഞങ്ങളല്ല വേറെ. അതിലും പണ്ട്. മന്തി എങ്ങനെയുണ്ട്? മന്തി അടിപൊളി. ചിക്കനും പൊടി. അപ്പൊ ഫുഡ് സെറ്റ് ആയില്ലേ? ഇനി ഇതുപോലെ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കാനുള്ള ആരോഗ്യമായി എല്ലാം നൽകുമാറട്ടെ. ആമീൻ. ഇതും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് തട്ടി എവിടുക്കണത്? ഫീഡി മദറിന് അതല്ല കുടിക്കുന്നുണ്ട്. ഫീഡി മദർ പ്രോട്ടീൻ കഴിക്കും. പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ്. എപ്പോ സ്വീറ്റ് പാടില്ല. സ്വീറ്റ് ഷുഗറാണ്. എന്താണ്?
ഒന്നുകൂടെ പറ. കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക. പള്ളിയിൽ പറഞ്ഞത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാല് കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക. ഞാൻ പറഞ്ഞുതരാം. കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക, അതേപോലെ അനാവശ്യമായിട്ടുള്ള ആഘോഷങ്ങൾ അത് ഒഴിവാക്കിയിട്ട് പാവങ്ങളെ സഹായിക്കുക, ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യുക, പിന്നെ വേറെ ഏതൊന്നും കൂടെ ഒരു പോയിന്റ് കൂടെ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കരുത്, അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുക. പെരുന്നാൾ ചോറൊക്കെ കഴിച്ച് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മളൊന്ന് കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ പോകുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് പണി വാളി. റിംഗ് റോഡിൽ നമ്മൾ പള്ളിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഡോറ് ക്ലോസ് ചെയ്തപ്പോഴേ കീ അതിനകത്ത് പെട്ടുപോയി, ലോക്കായിപ്പോയി. അപ്പോൾ പിന്നെ എക്സ്ട്രാ കീ ഉള്ളത് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞങ്ങളവിടെ ചായക്കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെയും കാണാൻ പറ്റി, പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബറൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ പോവാം. അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് കാർ ലോക്കായതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പറ്റിയിട്ടാ. ഒരാളെ കൂടി കണ്ടു ഞങ്ങള്. ഇവിടെ അടുത്ത് തന്നെ അല്ലേ? അതെ, എല്ലാരും സാധാരണ ഞാൻ എല്ലാ പ്രാവശ്യം അവിടെ ആവല്ലേ. ആരും ഇല്ല, എല്ലാരും മാറ്റം എല്ലാരും ചേഞ്ച് ആവട്ടെ. എന്താണ് പെരുന്നാളിന് സ്വന്തം വീട്ടിൽ തന്നെ വേണം നിർബന്ധം, ഭർത്താവിന്റെ വീട്ടിൽ തന്നെ വേണം നിർബന്ധം. കർമ്മയില് പോവാണ് കേട്ടോ, ഞങ്ങള് പൊന്നാനി കർമ്മയില്. എന്താ പറയാ, വണ്ടി ലോക്കായി. എന്തോ ഭാഗ്യത്തിന് വണ്ടി ലോക്കായി. ഇടി ആ ഭാഗ്യത്തിന് വണ്ടി ലോക്കായതുകൊണ്ടല്ലേ നിനക്ക് നിന്റെ ഫ്രണ്ടിനെ കാണാൻ പറ്റിയത്. എല്ലാത്തിനും ഒരു സത്യം പറഞ്ഞാല് ഞങ്ങള് നല്ല കമ്പനിയാണ് കേട്ടോ. കുറെ ആയിട്ട് ഞങ്ങള് കാണണം എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇതുവരെ കാണാനൊരു ചാൻസ്. എല്ലാരും ബിസിയാണ്, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ നേരിൽ കണ്ട് വലിയ പരിചയമില്ലെങ്കിലും ഫോണിലൂടെ ഭയങ്കര മെസ്സേജ് അയച്ചിട്ടൊക്കെ കുറെ കാലത്തിന് ശേഷം കാണുകയാണ്. അപ്പം അത് ലോക്കായതുകൊണ്ട് നമ്മളൊരു സബ്സ്ക്രൈബറെയും കാണാൻ പറ്റി, ഫ്രണ്ടിനെയും കാണാൻ പറ്റി. ഫോട്ടോ എടുത്തതാണ് ഞങ്ങളെ. അതേ പറഞ്ഞ എല്ലാവരും നിമിത്താണ് അല്ലേ മുളുസേ? ഏകദേശം 4 മണിക്ക് പുറപ്പെട്ടതാട്ടെ ഞങ്ങൾ. ആദ്യം ഒരു പണി കിട്ടി, ഞാൻ പറഞ്ഞല്ലോ, കാറിൽ കീ വെച്ച് മറന്നു. അങ്ങനെ കുറേ ടൈം അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് അതിലും വലിയ പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ. പെരുന്നാളായിട്ട് എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്, ആദ്യത്തെ പോലെ ഒന്നല്ല. അപ്പോൾ എല്ലാവരും സന്തോഷം തേടി ഇറങ്ങുകയാണ്. അത് തന്നെയാണ് വേണ്ടത് അല്ലേ. ഒന്നെങ്കിൽ കുടുംബങ്ങളിൽ എല്ലാവരും കൂടെ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരും കൂടെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുന്നില്ല. ഞങ്ങൾ പൊന്നാനി കർമ്മയിൽ പോകാമെന്ന് വിചാരിച്ചു, പക്ഷെ ആ ഒരു ഭാഗത്തോട്ട് ഭയങ്കര റഷായിരുന്നു കേട്ടോ. പുതിയങ്ങാടി എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ച് തിരിച്ചു പോരാന്ന്. പിന്നെ രണ്ടും കൽപ്പിച്ച് പോയി അങ്ങനെ അരിച്ചരിച്ച് ചമ്രവട്ടെത്തി. അപ്പോൾ അതിനേക്കാളും വലിയ തിരക്ക്. അപ്പോഴും നമ്മൾ ഗിവപ്പ് ചെയ്തില്ല, ഇനിയും പോകാമെന്ന് വിചാരിച്ച് പോയി ഞങ്ങൾ ഏകദേശം 7:30-8 മണിയൊക്കെ ആയിരുന്നു കേട്ടോ എത്തിയപ്പോഴാണെങ്കിൽ അവിടെ ഭയങ്കര ജനം. അപ്പോൾ കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല, അത്രയും തിരക്ക് കാരണം കുട്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോകുന്നു കേട്ടോ, കൂടുതൽ നേരം അവിടെ നിന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിട്ടുള്ള, ഇപ്പോൾ അവിടേക്ക് ഞങ്ങൾ എളാപ്പാൻ്റെ വീട്ടിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ അവിടെ പോയത് ഒരു കണക്കിന് നന്നായി. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുള്ള നല്ലൊരു അടിപൊളി പെരുന്നാൾ തന്നെയായിരുന്നു. പക്ഷേ യാത്ര എന്തായാലും കൊളായി, എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പെരുന്നാൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറില്ല, പറയാത്തതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല, അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. പിന്നെ കമൻസൊക്കെ പറഞ്ഞറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.